ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡിഫൈൻ ടോളറൻസ് ഗ്രൂപ്പ് ഫോർ ജി എൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് ദ മാക്സിമം ഡിഫറൻസ് എമൗണ്ട് അപ്സ് ടു വിച്ച് ഓപ്പൺ ഐറ്റം ക്യാൻ ബി ക്ലിയർഡ്. എ ടോളറൻസ് ലിമിറ്റ് ഈസ് അസൈൻഡ് ടു ദി ജി എൽ അക്കൗണ്ട്. Difference is posted to a predefined account. If the tolerance group is left blank, then by default these limits are applied to the entire open item managed GL account in the company code. ടോളറൻസ് ഗ്രൂപ്പ് ഫോർ ജി എൽ അക്കൗണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം ജി എൽ ബേസ്ഡ് ട്രാൻസാക്ഷൻസ് നമുക്ക് ലൈൻ ഐറ്റം ഡിസ്പ്ലേ ഒക്കെ എടുക്കുമ്പം അവിടെ ഓപ്പൺ ഐറ്റംസ്, ക്ലിയർഡ് ഐറ്റംസ്, പിന്നെ ഓൾ ഐറ്റംസ് ഒക്കെ എടുക്കുമ്പോഴും ഇതെല്ലാം പോസ്റ്റഡ് എന്ന് പറഞ്ഞുള്ള രീതിയിലായിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്കതിനെ ഓപ്പൺ ഐറ്റംസിന് സെപ്പറേറ്റ് ആയിട്ടൊരു രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ എങ്ങനെ ഇരിക്കും? ലൈക്ക് നമുക്ക് വെൻഡർ ലൈൻ ഐറ്റവും കസ്റ്റമർ ലൈൻ ഐറ്റവും ഒക്കെ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഓപ്പൺ ഐറ്റംസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഒരു വെൻഡർ ഇൻവോയ്സ് FB60 F-43 പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് FBL1 എടുത്തിട്ട് അതിനകത്തിൽ ഓപ്പൺ ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ നമുക്കത് ആ ഒരു ട്രാൻസാക്ഷൻസ് ഓപ്പൺ ഐറ്റംസിൻ്റെ അണ്ടറിൽ കാണാൻ പറ്റും, അതേപോലെ ഓൾ ഐറ്റംസിൻ്റെ അണ്ടറിലും കാണാൻ പറ്റും. പക്ഷേ നമ്മൾ GL ബേസ്ഡ് ട്രാൻസാക്ഷൻസ് എടുക്കുകയാണ്, FB50 ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് നമുക്ക് ഓപ്പൺ ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തിൽ ഓപ്പണായിട്ട് കാണിക്കില്ല. മീൻസ് ആ ഒരു റെഡ് സിമ്പലിനോട് ചേർത്ത് അങ്ങനെ കാണിക്കില്ല, നോർമൽ രീതിയിൽ അങ്ങനെ കാണിക്കത്തില്ല. നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ്, വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, ഇതേപോലെയൊക്കെയുള്ള ട്രാൻസാക്ഷൻസ് വരാറുണ്ട്, റെൻറ്റ് പേയബിൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ട്രാൻസാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷനെ ഓപ്പൺ ഐറ്റംസിൻ്റെ അണ്ടറിൽ കാണാൻ പറ്റണം. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് ലെഡ്ജർ ക്രിയേഷൻ സമയത്ത് സെറ്റ് ചെയ്യുന്നത്. ലെഡ്ജറൊക്കെ നമ്മൾ ഓപ്പൺ ഐറ്റംസിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ആ പർട്ടിക്കുലർ GL ഓപ്പൺ ഐറ്റം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന GLനെ നമുക്ക് GL ലൈൻ ഐറ്റം ഡിസ്പ്ലേയിൽ FAGLL03 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പൺ ഐറ്റംസിൻ്റെ അണ്ടറിൽ അതിനെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ മാനുവലി ചെയ്യേണ്ടി വരും. ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റ് ഒരു GLനകത്തിൽ എനേബിൾ ചെയ്താൽ മാത്രമേ അത് GL ലൈൻ ഐറ്റം ഡിസ്പ്ലേ എടുക്കുമ്പോൾ ഓപ്പൺ ഐറ്റംസിൻ്റെ അണ്ടറിൽ കാണുള്ളൂ, ആ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിയുമ്പോൾ കാണുള്ളൂ. പക്ഷേ വെൻഡറും കസ്റ്റമറിനും ഒക്കെ ആണെങ്കിൽ ബൈ ഡീഫോൾട്ട് തന്നെ അത് ഓൾറെഡി SAPയിലുണ്ട്. സിസ്റ്റത്തിന് അറിയാം, ഒരു വെൻഡർ ഇൻവോയ്സോ കസ്റ്റമർ ഇൻവോയ്സോ നടന്നു കഴിഞ്ഞാൽ അത് ഓപ്പൺ ഐറ്റംസ് ആണെന്ന് സിസ്റ്റത്തിന് അത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കലി തന്നെ അതിനെ ഓപ്പൺ ഐറ്റംസിൻ്റെ അണ്ടറിൽ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ GLനെ നോർമൽ കേസിൽ അങ്ങനെ ആഡ് ചെയ്യുന്നില്ല. GLനെ നമ്മൾ മാനുവലി ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ അണ്ടറിൽ കൊണ്ടുവരുന്നുള്ളൂ. അപ്പോൾ ഈ GL ടോളറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ, ഈ ഒരു ഓപ്പൺ ട്രാൻസാക്ഷൻ പിന്നീട് ക്ലിയർ ചെയ്യുമല്ലോ. അതായത് ഇപ്പം റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻറ്റ് പേബിൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻ ആയിരിക്കും, അതിൽ റെൻറ്റ് പേബിൾ അക്കൗണ്ട് ആയിരിക്കും ഓപ്പൺ ഐറ്റംസിൽ വരുന്നത്. പിന്നീട് ഇതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കില്ലേ, റെൻറ്റ് പേബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിയർ ചെയ്യത്തില്ലേ. ഈ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ അടയ്ക്കേണ്ട പേയ്മെൻറ്റ് എമൗണ്ട് കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിമിറ്റാണ് നമുക്കിവിടെ സെറ്റ് ചെയ്യുന്നത്, ഈ സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അപ് ടു എത്ര വരെ ഡെബിറ്റ് ആകാം, ഒരു പെർമിറ്റഡ് പേയ്മെൻറ്റ് ഡിഫറൻസ് പോലെ തന്നെ അപ് ടു എത്ര വരെ കൂടാം, എത്ര വരെ കുറയാം. ഡെബിറ്റ് പോസ്റ്റിംഗ് ആണെങ്കിൽ എത്ര വരെ, ക്രെഡിറ്റ് പോസ്റ്റിംഗ് ആണെങ്കിൽ എത്ര വരെ. ഇപ്പോൾ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ കാണുന്നുണ്ട്, റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻറ്റ് പേബിൾ 1000. ഇത് ക്ലിയർ ചെയ്യുന്ന സമയത്ത് 100 രൂപയോടെ കൂടുന്നുണ്ട്. റെൻറ്റ് പേബിൾ അക്കൗണ്ട് ഡെറ്റർ GL ക്ലിയറിംഗ് ലോസ് 100 ടു ബാങ്ക്, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് 100 രൂപയുടെ അധികം പോകുന്നുണ്ട്. ആ 100 രൂപ എന്ന് പറയുന്നത് ലോസാണ്, നമ്മൾ അഡീഷണൽ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന നഷ്ടമാണ്. അപ്പോൾ അപ് ടു എത്ര വരെ ഈ നഷ്ടമാകാം, എത്ര വരെ ഗെയിനും ആകാം. ചില സമയത്ത് നമുക്ക് ഇപ്പം ഈ 1000 രൂപയുടെ റെൻ്റ് അടയ്ക്കേണ്ട സമയത്ത് ചിലപ്പോൾ ഇത്ര അടയ്ക്കേണ്ടി വരത്തില്ല, ചിലപ്പോൾ ഒരു 900 അടച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഇവിടെ 100 രൂപയുടെ ലാഭമുണ്ട്. അപ്പോൾ ഇതാണ് GL ടോളറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെ ഈ GL ടോളറൻസ് കോൺഫിഗർ ചെയ്യുന്നത് നോക്കാം. നമുക്ക് SAP സിസ്റ്റത്തിലോട്ട് പോകാം. അപ്പോൾ ഡിഫൈൻ ടോളറൻസ് ഗ്രൂപ്പ് ഫോർ GL അക്കൗണ്ട് കോൺഫിഗർ ചെയ്യാനുള്ള കോഡ് വരുന്നത് OBA0 ആണ്. അതിൻ്റെ സീക്വൻസ് വരുന്നത് SPRO, SAP റെഫറൻസ് IMG, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്, ബിസിനസ് ട്രാൻസാക്ഷൻ, ഓപ്പൺ ഐറ്റം ക്ലിയറിംഗ് ഡിഫറൻസ്, ഡിഫൈൻ ടോളറൻസ് ഗ്രൂപ്പ് ഫോർ GL അക്കൗണ്ട്. നമുക്കിനി ഇത് എങ്ങനെ സിസ്റ്റത്തിൽ ചെയ്യുന്നത് നോക്കാം. നമ്മളിപ്പോൾ SAP ഈസി ആക്സസ് സ്ക്രീനിലാണ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് കോഡ് വഴി പോകാൻ പറ്റും. OBA0 ആണ് കോഡ്. ഓക്കെ, ഇനി ഇത് എങ്ങനെ സീക്വൻസ് വഴി പോകുന്നതെന്ന് നോക്കാം. SPRO ഒന്ന് ടൈപ്പ് ചെയ്യുക, SAP റെഫറൻസ് IMG, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്, ബിസിനസ് ട്രാൻസാക്ഷൻ, ഓപ്പൺ ഐറ്റം ക്ലിയറിംഗ് ഡിഫറൻസ്, ഡിഫൈൻ ടോളറൻസ് ഗ്രൂപ്പ് ഫോർ GL അക്കൗണ്ട്. എക്സിക്യൂട്ട് ചെയ്യുക. ന്യൂ എൻട്രീസ്,
ഇപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന കമ്പനി കോഡ് TM77. എന്നിട്ട് ഇവിടെ ടോളറൻസ് ഗ്രൂപ്പ് ബ്ലാങ്ക് ആയിട്ട് ഇടുകയാണ്. എന്നിട്ട് ഞാൻ ടോളറൻസ് ഗ്രൂപ്പ് ഫോർ TM77 എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ വാല്യൂസ് ഒന്നും കൊടുക്കുന്നില്ല. ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ടോളറൻസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. കൂടാതെ വേറൊരു ടോളറൻസ് ലിമിറ്റ് കൂടെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ന്യൂ എൻട്രീസ് എടുക്കുന്നു, അവിടെ ഞാൻ ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുതരാം. ഗ്രൂപ്പ് ഞാൻ TM77 തന്നെ കൊടുക്കുകയാണ്. ടോളറൻസ് ഗ്രൂപ്പ് ഫോർ TM77. ഡെബിറ്റ് പോസ്റ്റിംഗ് എമൗണ്ട് ഞാൻ 100 കൊടുത്തു. ക്രെഡിറ്റ് പോസ്റ്റിംഗ് എമൗണ്ടും ഞാൻ 100 കൊടുത്തു. പെർസെൻറ്റേജ് ഡെബിറ്റ് പോസ്റ്റിങ്ങിനും ക്രെഡിറ്റ് പോസ്റ്റിങ്ങിനും ഞാൻ 1% കൊടുത്തു. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് ക്ലിയർ ചെയ്യുമല്ലോ, ഈ ഓപ്പൺ ട്രാൻസാക്ഷൻസ് നമ്മൾ സെറ്റിൽ ചെയ്യുമല്ലോ, പേയ്മെൻറ്റ് അടച്ച് സെറ്റിൽ ചെയ്യും. സെറ്റിൽ ചെയ്യുന്ന മൊമെൻറ്റിൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ നമ്മൾ അടയ്ക്കേണ്ട തുക ചിലപ്പം കൂടുകയോ കുറയുകയോ ചെയ്യാം. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1000 രൂപയായിരുന്നു അവിടെ റെൻ്റ് അടയ്ക്കാനുള്ളത്. അത് അടയ്ക്കുന്ന മൊമെൻറ്റിൽ വരുമ്പോൾ ചിലപ്പോൾ അത് 900 ആകാം, ചിലപ്പോൾ 1100 ആവാം. അത് എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ, ഞാനത് മെൻഷൻ ചെയ്യുന്നില്ല കാരണം എന്താണെന്ന്. എന്ത് കാരണത്താലായാലും അത് സിസ്റ്റം എങ്ങനെ പ്രോസസ്സ് ചെയ്യണം, ഓട്ടോമാറ്റിക്കായിട്ട് അതെങ്ങനെ പ്രോസസ്സ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു പേയ്മെൻറ്റ് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഡെബിറ്റ് പോസ്റ്റിംഗ് അല്ലെങ്കിൽ ക്രെഡിറ്റ് പോസ്റ്റിംഗ്, ഡെബിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ലോസ് ആണ്, ക്രെഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗെയിൻ ആണ്. ഗെയിൻ്റെ അപ് ടു എത്ര വരെ ഗെയിൻ ആകാം, അപ് ടു എത്ര വരെ ലോസ് ആകാം, അത് ഓട്ടോമാറ്റിക്കായിട്ട് പോസ്റ്റ് ആവണം. സിസ്റ്റത്തെ കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ലിമിറ്റാണ്, മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് പോസ്റ്റിംഗ് ലിമിറ്റാണ്. ഇത് GL-ൻ്റെ ആണ്. ഇതേപോലെ ഇത് ഒരു യൂസറിന് ആപ്ലിക്കബിൾ ആണ്. ഒരു യൂസറിനും പെർമിറ്റഡ് പേയ്മെൻറ്റ് ഡിഫറൻസസ് ഉണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു യൂസറിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റിൻ്റെ ഉള്ളിലായിരിക്കണം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ലിമിറ്റും. ഇനി നമുക്കിതിൻ്റെ അസൈൻമെൻറ്റും ടെസ്റ്റിങ്ങും നോക്കാം. ഇത് നമുക്കൊരു ലെഡ്ജറുമായിട്ട് കണക്റ്റ് ചെയ്യണം, ഈ ടോളറൻസ് ഗ്രൂപ്പ്. അതിനുശേഷം നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിനായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് വേറൊരു കമ്പനി കോഡാണ്. കാരണം ഈ TM77 എന്ന് പറയുന്ന കമ്പനി കോഡിനകത്ത് ചാർട്ട് ഓഫ് അക്കൗണ്ടോ അല്ലെങ്കിൽ ജനറൽ ലെഡ്ജറിൻ്റെ ഒരു സെറ്റിങ്സും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് അസൈൻമെൻറ്റ് ചെയ്യാനോ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ അതൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി കോഡ് ഞാൻ എടുത്ത് അതിൽ ഇത് അസൈൻമെൻറ്റും അതിൻ്റെ ടെസ്റ്റിങ്ങും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കുന്നത് TS45 എന്ന് പറയുന്ന ഒരു കമ്പനി കോഡാണ്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ടോളറൻസ് ഗ്രൂപ്പ് ഉണ്ട്. ഇതൊരു ബ്ലാങ്ക് ടോളറൻസ് ആണ്, അതിൻ്റെ വാല്യൂ ആണിത്. ഇതുകൂടാതെ ഇത് ടോളറൻസ് ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഒരെണ്ണം ബ്ലാങ്കും ഒരെണ്ണം ഗ്രൂപ്പ് ഉള്ളതുമാണ്. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസവും എന്താണെന്ന് നമുക്ക് ട്രാൻസാക്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോക്കാം. FS00 പോകാം. അപ്പോൾ ഇതാണ് GL മാസ്റ്റർ ഡാറ്റ ക്രിയേഷൻ സ്ക്രീന്. ഇപ്പോൾ ഇവിടെ നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഓൾറെഡി സാലറി പേബിൾ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ സാലറി പേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബാലൻസ് ഷീറ്റ് അക്കൗണ്ടായിട്ട് കറണ്ട് ലയബിലിറ്റീസിൻ്റെ അണ്ടറിലാണ്. അതിൻ്റെ ഷോർട്ട് നെയിം വരുന്നത് സാലറി പേബിൾ. കൺട്രോൾ ഡേറ്റയിൽ ബാലൻസിൽ ലോക്കൽ കറൻസി ഉണ്ട്, ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റ് ഉണ്ട്, സോർട്ട് കീ ഉണ്ട്, ദെൻ ക്രിയേറ്റ് ബാങ്ക് ഇൻട്രസ്റ്റിനകത്ത് G001. ഇതൊന്ന് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ടോളറൻസ് ഗ്രൂപ്പ് ബൈ ഡീഫോൾട്ട് ബ്ലാങ്ക് ആണ് കിടക്കുന്നത്, ബ്ലാങ്ക് ടോളറൻസ് ആണ്. നമ്മൾ ഒരു ബ്ലാങ്ക് ആയിട്ട് ഒരു ടോളറൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റ് എനേബിൾ ചെയ്തിരിക്കുന്ന എല്ലാ ലെഡ്ജറിനും അത് ബാധകമായിരിക്കും. അതിലെന്താണോ ഡാറ്റ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു ബ്ലാങ്ക് ടോളറൻസ് സെറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ എന്താണോ അത് ഇതേപോലെ ടോളറൻസ് ഗ്രൂപ്പ് മെൻഷൻ ചെയ്ത് കൊടുക്കാത്തതിനെല്ലാം കോമൺ ആയിട്ട് അത് ബാധകമായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ടോളറൻസ് ഗ്രൂപ്പ് ഈ TS45 മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, TS45നകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ ആയിരിക്കും ആപ്ലിക്കബിൾ. അല്ലെങ്കിൽ ഞാനൊന്നും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ബ്ലാങ്ക് ടോളറൻസിലായിരിക്കും അത് കണക്റ്റ് ആയിരിക്കുന്നത്, ഈ GL കണക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചായിരിക്കും ഈ GL ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പുതിയതായിട്ടൊരു GL ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, റെൻറ്റ് പേബിൾ. എന്നിട്ട് ഞാൻ അതിനകത്തിൽ ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റ് എനേബിൾ ചെയ്തിട്ട് അതിനകത്തിൽ ടോളറൻസ് ഗ്രൂപ്പ് TS45 ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക, 6011. എന്നിട്ട് ഇവിടെ GL അക്കൗണ്ട് ടൈപ്പ് ബാലൻസ് ഷീറ്റ്, ദെൻ അക്കൗണ്ട് ഗ്രൂപ്പ് കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ, റെൻറ്റ് പേബിൾ. ഓക്കെ, കൺട്രോൾ ഡാറ്റയ്ക്കകത്ത് ബാലൻസ് ലോക്കൽ കറൻസി,
then open item management, then tolerance group TS45. ഓക്കെ, റെൻറ്റ് പേബിളിന് ഞാൻ TS45 കൊടുത്തു. സാലറി പേബിളിന് അത് ഓപ്പൺ ഐറ്റം ആയതുകൊണ്ട് ബൈ ഡീഫോൾട്ട് അതിനകത്തിൽ ബ്ലാങ്ക് ടോളറൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് സെറ്റ് ആവുന്നതാണത്, നമ്മൾ സെറ്റ് ചെയ്യേണ്ട. ഓക്കെ, ദെൻ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് G001, ശേഷം സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ടെണ്ണം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് റെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് GL പോസ്റ്റിംഗ് ചെയ്യാനായിട്ട് FB50 ആണ് യൂസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ കോഡ്. FB50. അപ്പോൾ അവിടെ നമുക്ക് ഡേറ്റ് കൊടുക്കാം. ദെൻ റെൻ്റ് അക്കൗണ്ട്, ഞാനിവിടെ 1000 കൊടുക്കുകയാണ്. ടെക്സ്റ്റ്, ബിസിനസ് ഏരിയ, ദെൻ കോസ്റ്റ് സെൻറ്റർ, ദെൻ റെൻറ്റ് പേബിൾ ആണ്. റെൻ്റ് അക്കൗണ്ട് ലെറ്റർ ടു റെൻറ്റ് പേബിൾ. ആദ്യം നമുക്കൊരു ഓപ്പൺ ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ ഈ റെൻറ്റ് പേബിളിനെ നമുക്ക് ഓപ്പൺ ഐറ്റത്തിനകത്തിൽ കിട്ടുള്ളൂ. GL ലൈൻ ഐറ്റം ഡിസ്പ്ലേ എടുക്കുമ്പോൾ ഓപ്പൺ ഐറ്റത്തിൽ ഈ റെൻറ്റ് പേബിൾ കാണിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഓപ്പൺ ട്രാൻസാക്ഷൻ ചെയ്യണം. റെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു റെൻറ്റ് പേബിൾ. ശേഷം സേവ്. ഓക്കെ, ട്രാൻസാക്ഷൻ പോസ്റ്റ് ആയിട്ടുണ്ട് ഡോക്യുമെൻറ്റ് ഡിസ്പ്ലേയിൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ഒന്ന് എടുത്ത് നോക്കാം. GL ലൈൻ ഐറ്റം ഡിസ്പ്ലേ എടുക്കുന്ന T കോഡ് FAGLL03 ആണ്. എൻ്റർ ചെയ്യുക. അവിടെ റെൻറ്റ് പേബിളിൻ്റെ GL അക്കൗണ്ട് സെലക്ട് ചെയ്യുക. റെൻറ്റ് പേബിൾ. ഓക്കെ, എന്നിട്ട് ഓപ്പൺ ഐറ്റംസ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ റെൻറ്റ് പേബിൾ ഇപ്പോൾ ഓപ്പൺ ഐറ്റംസിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റെൻറ്റ് പേബിൾ നമുക്ക് ഓൾ ഐറ്റംസിനകത്തിലും കാണാൻ പറ്റും. ഓക്കെ, ഇതിനി ക്ലിയർ ചെയ്യുമ്പോഴായിരിക്കും ക്ലിയർഡ് ഐറ്റംസിലോട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റ ഇല്ല. ഓക്കെ, ഇനി നമുക്കിത് ക്ലിയർ ചെയ്യാം. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് FB50 തന്നെ റെൻറ്റ് പേബിൾ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് എന്നും പറഞ്ഞിട്ടൊരു മാനുവൽ എൻട്രി ഇട്ടതിന് ശേഷം F-03 എന്ന് പറഞ്ഞ T കോഡിൽ കയറി നമുക്ക് ക്ലിയർ ചെയ്യാം. അതല്ലെങ്കിൽ ഇത് രണ്ടുകൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു T കോഡുണ്ട്, F-04. നമുക്കത് ചെയ്യാം. F-04 പോയി കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും ഒരുമിച്ച് പറ്റും. ഓക്കെ, ഞാൻ F-04 ആണ് യൂസ് ചെയ്യുന്നത്. F-04. ഓക്കെ, അവിടെ ഡേറ്റ് കൊടുക്കുക. ട്രാൻസ്ഫർ പോസ്റ്റിംഗ് വിത്ത് ക്ലിയറിംഗ്. പോസ്റ്റിംഗ് വരുന്നത് 50. ദെൻ ബാങ്ക്, SBI. എൻ്റർ ചെയ്യുക. എത്ര എമൗണ്ടാണ് ഇവിടെ പേയ്മെൻറ്റ് നടത്തുന്നത്? അപ്പോൾ ഞാൻ 1000 രൂപയായിരുന്നു ട്രാൻസാക്ഷൻ ചെയ്തപ്പോൾ കൊടുത്ത എമൗണ്ട്. ഞാനിവിടെ ഒരു 990 രൂപ ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ടെക്സ്റ്റ് റെൻറ്റ് ക്ലിയർഡ് എന്ന് കൊടുക്കാം. അതിനുശേഷം പ്രോസസ് ഓപ്പൺ ഐറ്റംസ്. ഇവിടെ അക്കൗണ്ടിനകത്ത് റെൻറ്റ് പേബിൾ അക്കൗണ്ട് എടുക്കുക. അതിനുശേഷം എൻ്റർ. അപ്പോൾ ഇങ്ങനെയാണിത് വരുന്നത്. എമൗണ്ട് എൻറ്റേഡ് 990, അസൈൻഡ് 1000, നോട്ട് അസൈൻഡ് 10 rupees. 10 രൂപ കുറച്ചാണ് കൊടുത്തത്. ഓക്കെ, നമുക്ക് സിസ്റ്റം ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡോക്യുമെൻറ്റിനകത്ത് സിമുലേറ്റ് ചെയ്ത് നോക്കാം. 10 രൂപ കുറച്ച് കൊടുത്തുകൊണ്ട് ആ 10 രൂപ ക്ലിയറിംഗ് ഗെയിൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് ബാക്ക് ചെയ്തിട്ട് 10 രൂപ കൂടുതൽ കൊടുത്ത് നോക്കാം. ഈ ഗെയിൻ മാറി ലോസ് ആകുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം. ഡേറ്റ് കൊടുക്കുന്നു. ട്രാൻസ്ഫർ പോസ്റ്റിംഗ് വിത്ത് ക്ലിയറിംഗ്. പോസ്റ്റിംഗ് കീ 50. ദെൻ ബാങ്ക്, അതിനുശേഷം എമൗണ്ട് 1010 രൂപ. ഇവിടെ നമ്മൾ 10 രൂപ അധികം കൊടുക്കുകയാണ്.
റെൻറ്റ് ക്ലിയർഡ്. അതിനുശേഷം പ്രോസസ് ഓപ്പൺ ഐറ്റംസ്. ഇവിടെ റെൻറ്റ് പേബിൾ. അതിനുശേഷം എൻ്റർ ചെയ്യുക. ഓക്കെ. ഇവിടെ നമുക്ക് റെൻ്റ് അടയ്ക്കേണ്ട എമൗണ്ട് 1000 ആയിരുന്നു. ഇവിടെ നമ്മൾ അഡീഷണൽ ഒരു 10 രൂപയുടെ കൂടുതൽ കൊടുക്കുന്നുണ്ട്. അത് നോട്ട് അസൈൻഡിനകത്ത് കാണിക്കുന്നുണ്ട്. സിസ്റ്റം ഇതെങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്ന് നോക്കാം. ഡോക്യുമെൻ്റ് എടുക്കുക, സിമുലേറ്റ് ചെയ്യുക. ഓക്കെ, GL ക്ലിയറിംഗ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ GLലേക്ക് ലോസും പ്രോഫിറ്റും ഒക്കെ ട്രാൻസ്ഫർ ആവാനും വേണ്ടി അതിന് അഡീഷണൽ കോൺഫിഗറേഷൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷനൊക്കെ നമുക്ക് ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ GL ക്ലിയറിംഗ് ലോസിലേക്ക് 10 രൂപ ട്രാൻസ്ഫർ ആവുന്നതാണ്. ഡോക്യുമെൻറ്റ് ഡിസ്പ്ലേ. ഓക്കെ, SBI ബാങ്കിൽ നിന്ന് 1010 രൂപ പോയിട്ടുണ്ട്. 10 രൂപ ലോസാണ്, കാരണം നമ്മൾ അഡീഷണലായിട്ട് 10 രൂപ കൊടുക്കേണ്ടി വന്നു. റെൻറ്റ് പേബിൾ 1000. അപ്പോൾ 1000 രൂപ കൊടുക്കേണ്ടടുത്ത് 1010 രൂപയാണ് നമ്മൾ കൊടുത്തത്. 10 രൂപ നമുക്ക് നഷ്ടമാണ്. നമുക്കിനി ലൈൻ ഐറ്റം ഡിസ്പ്ലേ ഒന്നുകൂടെ എടുത്ത് നോക്കാം. FAGLL03. ഓക്കെ, ഇനി ഓപ്പൺ ഐറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഒന്നും കാണില്ല. ക്ലിയർഡ് ഐറ്റംസിലായിരിക്കും അത് കാണുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് സാലറി പേബിൾ ചെയ്താലും. അത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ബ്ലാങ്ക് ടോളറൻസ് ആണ്. നമുക്ക് അതുകൂടെ ചെയ്ത് നോക്കാം. FB50 ഡേറ്റ് കൊടുക്കുക, ദെൻ സാലറി, സാലറീസ്, എമൗണ്ട് 10,000, ടെക്സ്റ്റ് സാലറി, ബിസിനസ് ഏരിയ, then salary payable, then credit, amount, star, text plus, then business area, save. Document display salary to salary payable. Line item display നോക്കാം. FAGLL03. സാലറി പേബിൾ, ഓപ്പൺ ഐറ്റം. ഒക്കെ ഇവിടെ ഒരു 10,000 രൂപ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ പേയ്മെൻറ്റ് നമുക്കൊന്ന് അടച്ചു നോക്കാം. നമുക്കതിന് മുമ്പ് ബ്ലാങ്ക് ടോളറൻസിൻ്റെ ലിമിറ്റ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. OBA0 TS45. ബ്ലാങ്ക് ടോളറൻസ് ലിമിറ്റ് വരുന്നത് 200 ആണ്. മാക്സിമം 200. 1% അപ് ടു 200 ആണ്. മാക്സിമം 1% ആണ്, പക്ഷേ അപ് ടു 200 വരെ. ഓക്കെ, ടോളറൻസ് ഗ്രൂപ്പ് ഉള്ളത് 100 ആണ്. 1% അപ് ടു 100 വരെ. ഓക്കെ, നമുക്കിനി അത് ക്ലിയർ ചെയ്യാം. F-04 ട്രാൻസ്ഫർ പോസ്റ്റിംഗ് വിത്ത് ക്ലിയറിംഗ്, ദെൻ പോസ്റ്റിംഗ് 50, ദെൻ ബാങ്ക്, ഇപ്പോൾ ഞാനിവിടെ എമൗണ്ട്, നമുക്കിവിടെ ടോളറൻസ്, നമുക്ക് ബ്ലാങ്ക് ടോളറൻസിന് 200 വരെയാണ് മാക്സിമം നമുക്ക് പറ്റുന്നത്. 1%ൻ്റെ 200 വരെ. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ മാക്സിമം പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന പെർമിറ്റഡ് പേയ്മെൻറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് 1% ആണ്. 10,000ൻ്റെ 1% എന്ന് പറയുമ്പം 100 രൂപയാണ്. പക്ഷേ നമുക്ക് മാക്സിമം 200 വരെ പറ്റും. പക്ഷേ 10,000ൻ്റെ 1% എന്ന് പറയുമ്പോൾ 100 ആണ്. അപ്പോൾ നമുക്കിവിടെ 9,900 രൂപയെ മാക്സിമം നമുക്ക് പെർമിറ്റഡ് പേയ്മെൻറ്റ് ഡിഫറൻസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടെക്സ്റ്റ് കൂടെ കൊടുക്കാം. സാലറി പേയ്മെൻറ്റ്, ദെൻ പ്രോസസ് ഓപ്പൺ ഐറ്റംസ്. അതിനിവിടെ സാലറി പേബിളിൻ്റെ അക്കൗണ്ട് കൊടുക്കുക, സാലറി പേബിൾ, ദെൻ എൻറ്റർ. ഓക്കെ, ഇവിടെ അസൈൻഡ് 10,000, എമൗണ്ട് എൻറ്റേർഡ്
9,900. ഡിഫറൻസ് 100 റുപ്പീസ്. ദെൻ പ്രോസസ്സ് ചെയ്ത് നോക്കാം. സിമുലേറ്റ്. ഓക്കെ, വരുന്നുണ്ട് ഇവിടെ. നമുക്ക് 1 റുപ്പീസ് കൂടെ കൂടുതലിട്ട് നോക്കാം എന്താണ് സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് എന്ന് അറിയാൻ വേണ്ടി. ഇപ്പോൾ മാക്സിമം 1% പറ്റത്തുള്ളൂ. നമുക്ക് 1 റുപ്പീസ് കൂടെ കൂടുതൽ ഡിഫറൻസ് വരുത്തി കഴിഞ്ഞാൽ എന്താണ് സിസ്റ്റം പ്രോസസ്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. $9,899 കൊടുത്ത് നോക്കാം. സാലറി പേയ്മെൻറ്റ്, പ്രോസസ് ഓപ്പൺ ഐറ്റംസ്, ദെൻ സാലറി പേയബിൾ. ദെൻ ഇവിടെ 101 രൂപ വന്നു. 1 റുപ്പീസ് കൂടെ നമ്മൾ ടോളറൻസിന് പുറത്താണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് നോക്കാം. ദ ഡിഫറൻസ് ഈസ് ടു ലാർജ് ഫോർ ക്ലിയറിങ്. അപ്പോൾ ഇതിൻ്റെ റീസൺ നമുക്കിവിടെ ടോളറൻസ് പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ മാക്സിമം 1% പെർമിറ്റഡ് ആയിട്ടുള്ളൂ. അതായത് 10,000ൻ്റെ 1% എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ ഇവിടെ 200 വരെ ഉണ്ടെങ്കിൽ പോലും 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ്. അപ്പം 1% ആയിരിക്കും സിസ്റ്റം ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 1 lakh റുപ്പീസിൻ്റെ 1% ആണെങ്കിൽ നമുക്ക് 1000 ആണ് വരുന്നത്. ആ ഒരു കേസിൽ ഇവിടെ നമുക്ക് 200 മാക്സിമം കൊടുക്കാൻ പറ്റും. 1%ൻ്റെ 1000 ഉണ്ടെങ്കിൽ പോലും ഇവിടെ എമൗണ്ട് കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 200 നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 lakhൻ്റെ 1% 1000 ജനറേറ്റ് ചെയ്താൽ പോലും മാക്സിമം 200 സിസ്റ്റം പോസ്റ്റ് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്തിട്ട് എമൗണ്ട് ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 9,900. ശേഷം സിമുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എമൗണ്ട് നമുക്ക് ഈ 9,900 എന്നുള്ളത് 10,100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗെയിൻ മാറി എന്താകും? ലോസ് ആകും. എൻ്റർ. പ്രോസസ് ഓപ്പൺ ഐറ്റംസ്, ദെൻ അക്കൗണ്ട്. ഇവിടെ 100 റുപ്പീസ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് പ്രോസസ്സ് ചെയ്ത് നോക്കാം. ഇതപ്പോൾ ലോസിലേക്ക് ട്രാൻസ്ഫർ ആവും ഈ 100 റുപ്പീസ്. ഓക്കെ, സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലോസിലേക്കും ട്രാൻസ്ഫർ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ടോളറൻസ് ഫോർ GL അക്കൗണ്ട് ഇത് ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. SAP പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.